നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ പറയുന്നത് 2025 വ്യാഴമാറ്റം മൂലം വ്യാഴത്തെക്കൊണ്ട് ഗുണാനുഭവങ്ങൾ ലഭിക്കാത്ത നക്ഷത്രക്കാരെ പറ്റിയും അവർ അനുഷ്ഠിക്കേണ്ട ദോഷപരിഹാര കർമ്മങ്ങളെ പറ്റിയുമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ജാതകത്തിൽ വ്യാഴം പിഴച്ചാൽ എല്ലാം പിഴച്ചു എന്നാണ്. ജാതകത്തിൽ 6, 8, 12 ഭാവങ്ങളിൽ നിൽക്കുന്ന വ്യാഴം ജാതകന് ഗുണാനുഭവങ്ങൾ നൽകില്ല എന്ന് തന്നെയാണ്. ചാരവശാൽ 2025 വ്യാഴമാറ്റം, അതായത് ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് വ്യാഴം രാശി മാറിയത്. ചാരവശാൽ ആർക്കൊക്കെ വ്യാഴം അനിഷ്ടസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുന്നു എന്ന് നോക്കാം. മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം 3-ലൂടെയാണ് സഞ്ചരിക്കുന്നത്. 3-ലെ വ്യാഴം മുറവിളി കൂട്ടും എന്നാണ്. 3-ലെ വ്യാഴത്തിൻ്റെ സ്ഥിതി അത്ര നല്ലതല്ല. അതേപോലെ തന്നെ ശനി 12-ൽ സഞ്ചരിക്കുന്ന കാലം കൂടിയാണ്. 7.5 ശനി ആരംഭിച്ചു എന്ന് തന്നെ പറയാം. കർക്കടകം രാശിക്കാരായ പുണർദം ആദ്യകാൽഭാഗവും പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് വ്യാഴം 12-ലൂടെയാണ് സഞ്ചരിക്കുന്നത്. 12-ാം ഭാവം പ്രധാനമായും സൂചിപ്പിക്കുന്നത് ദുഃഖം, ചെലവ്, നാശം, സഞ്ചാരം, ദാരിദ്ര്യം, സ്ഥാനഭ്രംശം തുടങ്ങിയവയൊക്കെയാണ്. 12-ാം ഭാവം വ്യയസ്ഥാനമെന്നും നാശസ്ഥാനമെന്നും പൊതുവെ പറയപ്പെടുന്നു. പൊതുവെ ദൈവാധീനം കുറവുള്ള ഒരു വർഷമാണ് നടക്കുന്നത് എന്ന് പറയാം. കർക്കടകം രാശിക്കാരായ ഇവർക്ക് ശനി 9-ലാണ് സഞ്ചരിക്കുന്നത്, അതായത് ഭാഗ്യസ്ഥാനത്ത് കൂടി. ശനിയെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ്. കന്നിക്കൂറുകാരായ ഉത്രം, മുക്കാലും, അത്തം, ചിത്തിര, അരയും എന്നീ നക്ഷത്രക്കാർക്ക് 10-ലൂടെയാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 10-ലൂടെ സ്ഥിതി തൊഴിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നാണ്. അപ്പോൾ കണ്ടക ശനി കൂടി നടക്കുന്ന കാലഘട്ടമാണ്. വൃശ്ചികക്കൂറുകാരായ വിശാഖം, അനിഴം, കേട്ടയും ചേർന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം 8-ലൂടെയാണ് സഞ്ചരിക്കുന്നത്. അഷ്ടമത്തിലെ സ്ഥിതി അത്ര നല്ലതല്ല. അഷ്ടമം ആയുർഭാവമാണ്. ആയുസ്, മരണം, രോഗം, ആപത്ത് ഇതെല്ലാം 8-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ആയുർസ്ഥാനമെന്നും അരിഷ്ടസ്ഥാനമെന്നുമാണ് അറിയപ്പെടുന്നത്. എങ്കിൽ പോലും ധനസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ സമ്മിശ്ര ഫലമായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത്. മകരക്കൂറുകാരായ ഉത്രാടം, മുക്കാലും, തിരുവോണം, അവിട്ടം, അരയും ചേർന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം 6-ലൂടെയാണ് സഞ്ചരിക്കുന്നത്. പൊതുവെ 6-ാം ഭാവം എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? കള്ളന്മാർ, ശത്രുക്കൾ, കാര്യതടസ്സം, കടബാധ്യത ഇതെല്ലാം ചിന്തിക്കുന്നത് 6-ാം ഭാവം കൊണ്ടാണ്. വ്യാഴത്തിൻ്റെ 6-ലെ സ്ഥിതി അത്ര നല്ലതല്ല. പൊതുവെ രോഗസ്ഥാനമെന്നും ശത്രുസ്ഥാനമെന്നുമാണ് അറിയപ്പെടുന്നത്. ശനി 3-ലാണ് സഞ്ചാരം. ശനിയെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ്. മീനൻ രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് വ്യാഴം 4-ലൂടെയാണ് സഞ്ചാരം. 4-ലെ സ്ഥിതി അത്ര നല്ലതല്ല. എങ്കിലും 3-ലെ സ്ഥിതിയേക്കാൾ മെച്ചം എന്ന് തന്നെ പറയാം. 7.5 ശനി നടക്കുന്ന കാലം കൂടിയാണ്. ഈ പറഞ്ഞ നക്ഷത്രക്കാർ ദോഷപരിഹാരങ്ങൾ ചെയ്ത് വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ജന്മനക്ഷത്ര ദിവസവും വ്യാഴാഴ്ചകളിലും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന് പാൽപ്പായസം നടത്തുക, തുളസിമാല, മഞ്ഞപ്പട്ട് ഇവ സമർപ്പിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ജനന സമയത്ത് വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ദോഷാനുഭവങ്ങൾക്ക് മാറ്റം വന്നേക്കാം. 2025 വ്യാഴമാറ്റം മൂലം വ്യാഴത്തെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ നഷ്ടപ്പെടുന്ന നക്ഷത്രക്കാരെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. ദോഷപരിഹാരങ്ങളൊക്കെ അനുഷ്ഠിച്ച് വ്യാഴത്തെ പ്രീതിപ്പെടുത്തുക.
എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.